ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവനും ഒരേ ഒരു പേര് മാത്രമേ ഭയങ്കരമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുള്ളൂ. അത് ദിലീപിൻ്റെ പേര് മാത്രമാണ്. ഇന്നലെ തൊട്ടേ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ദിലീപിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ മീഡിയക്കാരാണ്. മീഡിയക്കാർ പിന്നെയും ഉണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ തന്നെ പിന്നെ എടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു തിയറി പോലെയാണ് ആൾക്കാരുണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതേ കണക്ക് മഞ്ജു വാര്യരും ഇരയും ചേർന്നാണ് ഇതേ കണക്കത്തുള്ള കള്ളക്കേസ് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുന്നുണ്ട്. പക്ഷെ നോക്കി കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. 8 വർഷം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിറവേ നടന്നതാണ്. എന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല. ഇനിയുണ്ടെങ്കിൽ ഇതിൻ്റെ പിറവേ വേറൊരു കേസുമായിട്ട് സുപ്രീം കോടതി അതിനും ഉണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനി ഇതേ കണക്ക് കേസ് കിടക്കും. അതിന് ശേഷം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഉത്തരവ് വന്നില്ലെങ്കിൽ അതിൽ നിന്നൊരു വിധി വരാൻ വേണ്ടി ഇനിയും വർഷങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അതോടെ തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരു തെളിവില്ല ദിലീപിനെതിരെ. ഇപ്പോൾ ഇതേ കണക്ക് ഗൂഢാലോചനയിലുള്ളെന്ന് തെളിയിക്കാൻ പോലും ഒരു തെളിവ് പോലും ഇല്ലെന്നാണ് ഇതേ കണക്ക് ദിലീപിൻ്റെ വക്കീലൊക്കെ പറയുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ പരാതിക്കാർക്കുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.